ആഹാ ഇവിടെ വന്ന് നിൽക്കണ എന്റെ അമ്മ എന്ത് കാര്യത്തിനാണ് ഈ സാരി ഇതെല്ലാം കൂടെ വെച്ച് വലിച്ച് കഴുകാൻ നിൽക്കണത്? നിങ്ങൾ ഇത് അവള് വന്നിട്ട് ചെയ്തോളൂ. എടാ ഒരു സാരിയെ കഴുകുന്നുള്ളൂ, നാളെ കുളിച്ചിട്ടെനിക്ക് മാറണ്ടേ, ഇന്ന് കഴിയിട്ടെങ്കിലും ഞാൻ ഉണങ്ങാത്തുള്ളത്. നിങ്ങൾക്ക് അല്ലെങ്കിലേ കയ്യിനും കാലിലും വയ്യ, അതിന്റെ കൂട്ടത്തിലാണ് ഈ പണികൾ മുഴുവൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. എന്തോന്ന് പണി ഇരിക്കുന്നത്? എനിക്ക് നിനക്ക് ഒരിത്തിരി ആഹാരം ഉണ്ടാക്കണം, ഒന്ന് തൂക്കണം, പിന്നെ ഒരു സാരിയെ ഞാൻ കഴുകുന്നുള്ളൂ. അതെ അമ്മാവനോട് ചോദിച്ചാ സാവകാശമൊക്കെ വേണ്ടേ? ചുമ്മാ എടുപിടിന്നാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഇതങ്ങ് ചോദിച്ചെന്താ നിങ്ങൾക്ക് കുഴപ്പം? ഞാൻ ചോദിച്ചോളാം, നീ സമാധാനപ്പെടുക. ഒരു കഷ്ടമാണെന്ന് പറ, എല്ലാം പടപടാന്നാണ് കാര്യം സാധിക്കണം. നിങ്ങൾ അമ്മാവനെ ചായയും ചോറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സൽക്കരിക്കാൻ വേണ്ടി വിളിച്ചാണത്. എന്തോന്നാടാ അത്? എന്റെ ഇന്നലെ ഞാൻ കൊടുക്കുന്നത്, നിനക്കെന്ത് സൽക്കരിക്കുന്നതിന്? എടാ ഞാനത് ചോദിക്കാന്ന് പറഞ്ഞില്ല, നീ ഒന്ന് സമാധാനപ്പെടുക. ഇനി കള്ളും കുടിച്ചിട്ട് നേരം വിളിച്ചാൽ മൂട് തട്ടിട്ട് പോക്കങ്ങ് പോകും. ഞാൻ ചോദിക്കാന്ന് പറഞ്ഞാൽ ചോദിക്കും, നീ ഒന്ന് സമാധാനപ്പെടും. നീ നിന്റെ കാര്യം നോക്കുന്നത് കഴിവ് ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഞാൻ പോയി ചോദിക്കാം. വേണ്ട വേണ്ട, നീ അങ്ങനെ ചോദിക്കണ്ട, ഞാൻ പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞു കേട്ടാ. അമ്മ ഇത് വെച്ച് വൈകിക്കേണ്ട കേസല്ല, നാറ്റ കേസാണിത്. എടാ ഒന്ന് അടങ്ങ്, ഞാൻ ഈ സാരി ഒന്ന് കഴിയിട്ടോട്ട് ഞാൻ ചോദിക്കാം, അവൻ കേക്കും. അവൻ എന്തെങ്കിലും ചെയ്. അതെ ഇത് കഴിഞ്ഞിട്ട് വേഗം പോയി ചോദിച്ചോ. ഞാൻ ചോദിച്ചോളാം. ഇല്ലെങ്കിൽ ഞാൻ കയറി ചോദിക്കും. പിന്നെ നീ അങ്ങ് ചോദിക്കുമല്ലേ, ചോദിപ്പുകാരൻ. മഴയൊന്നും ഇല്ലട്ടോ. അമ്മാവൻ ഊണൊക്കെ കഴിച്ചില്ലേ? അതെന്താന്ന് അറിയില്ല, ഈ ഇടയായിട്ട് ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര ആർത്തിയാ. അതെയാ? പിന്നെ ഞങ്ങളിപ്പോൾ അമ്മാവനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഇച്ചിരി ഗൗരവമുള്ളൊരു വിഷയം സംസാരിക്കാൻ. അതല്ലെങ്കിലും ഗൗരവമുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലാണല്ലോ എന്നെ വിളിക്കുക. കാര്യം പറ. ഒന്നുമില്ല അമ്മാവ, നമ്മുടെ ജമന്തി ഇല്ലയോ? ജമന്തി കനകൻ്റെ ഭാര്യയാണല്ലോ. നീ എന്താ പൊട്ടം കളിപ്പിക്കുക എന്നെ? അതെനിക്കറിയണ കാര്യമില്ലേ? അല്ല, ഞാൻ വിഷയം പറയാം. കുറച്ച് ദിവസമായിട്ട് രാത്രി 12 മണിയാകുമ്പോൾ ജമന്തിയുടെ ഫോണിൽ ഏവനോ ഒരുത്തൻ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. ആരാത്? അപ്പോൾ അതാരാന്നറിയില്ല, കനകൻ ഫോൺ എടുക്കുമ്പോൾ കട്ട് ചെയ്യണം. അത് അങ്ങനെ ഒരു വിഷയമുണ്ട് അമ്മ ഇവിടെ. എടാ അത് കണ്ടുപിടിച്ചിട്ട് അവന്റെ മുട്ടുകാല് തല്ലിട്ട്. എടാ അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കണടാ. അല്ല, ഈ ചെറുപ്പക്കാരാണല്ലോ, ആവേശത്തിന്റെ പുറത്ത് ചിലപ്പോ പലരും അങ്ങനെ ചെയ്യും. ആദ്യം അതിലൊന്നും എടുത്ത് ചാടണ്ട, ഒന്ന് വിളിച്ച് ഉപദേശിക്കുക. പിന്നെ അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ മുട്ടുകാലി തല്ലുപിടിക്കുക. പിന്നെ അവൻ ഒരു പെൺകുട്ടീന് രാത്രി ഫോൺ വിളിച്ച് ശല്യം ചെയ്യരുത്. എന്നാലേ അങ്ങനെ ഒരു ചെറിയൊരു ഉപദേശം തരാനാണ് ഞങ്ങൾ അമ്മാവനെ ഇപ്പം ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്ത്? അല്ല, അതുപോലത്തെ ഒരു ഉപദേശം അമ്മാവന് തരാനാണ് ഞങ്ങളിപ്പോൾ അമ്മാവനെ ഇവിടെ വിളിപ്പിച്ചത്. അതിനെ എന്തിനാ എന്നെ ഉപദേശിക്കണേ? അതായത് അമ്മാവ, അമ്മാവിന് വേണ്ടിയിട്ട് നമ്മളന്ന് പെണ്ണ് കണ്ടില്ലേ? കണ്ടില്ലേ? അത് നമ്മൾ പിന്നെ വേണ്ടാന്ന് വെച്ചല്ലോ. അത് മാത്രമല്ല, ഇനി അങ്ങനെയൊന്നും വേണ്ട. ഇനി അങ്ങനെ ഒരു ആലോചന ഒന്നും വേണ്ടല്ലോ. അതൊക്കെ അപ്പം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തിനാ വെറുതെ വിളിച്ചു പറയണത്? അല്ല, അത് കഴിഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ അച്ഛൻ എന്നെ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. എന്തിന്? അമ്മാവൻ ഇടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആര്? അല്ല, ഞാൻ എന്നിട്ട് അമ്മാവനോട് പറഞ്ഞിരുന്നു. 1-2 പ്രാവശ്യം ഞാൻ അമ്മാവനോട് പറഞ്ഞു. അപ്പൊ അമ്മാവൻ പറഞ്ഞു, ഇല്ലടാ അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് പറയുകയും ചെയ്തെന്നോട്. പറഞ്ഞില്ലേ? പിന്നെന്താ? ഇത് അങ്ങനെയല്ല, അയാളിപ്പോ ഇന്നും വിളിച്ചു. ഇന്ന് വിളിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇനി നിന്റെ അമ്മാവനെങ്ങാനും എൻ്റെ മോളെ വിളിച്ച് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കാലുമുട്ടി ഞാൻ തല്ലുപിടിക്കുന്നു. അല്ല, അതെ അമ്മാവൻ കാരണം ഈ മരുമോ മുട്ടുകാലില്ലാതെയൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ അമ്മാവ? അല്ലേ? മാത്രമല്ല, അമ്മാവന് ഈ സ്കൂട്ടറും കൊണ്ടുപോയി ആ പെണ്ണിൻ്റെ വീട്ടിന് നടന്ന് ഹോൺ അടിക്കുക, അവൾ പോകുന്ന ബസ് സ്റ്റോപ്പിൽ പോയി ഒരുങ്ങി നിൽക്കുക. ഇതൊക്കെ എന്ത് വൃത്തിയിട്ട പരിപാടിയല്ലേ അമ്മാവാ? ഇതിപ്പോൾ എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ഇതൊക്കെ ആർക്കും തോന്നാം. അങ്ങനെ തോന്നുന്നത് ഒരു കുറ്റമൊന്നുമല്ല. പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബത്തെ പറ്റി, മക്കളെ പറ്റി, മരുമക്കളെ പറ്റി, പിന്നെ പെങ്ങളെ പറ്റി ഒക്കെ ആലോചിക്കണ്ടേ? അതിലെല്ലാം ഉപരി നമ്മുടെ പ്രായം ആലോചിക്കണ്ടേ? അത് വേണ്ടേ? ഇതിപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ അമ്മാവൻ ഇങ്ങനെ ഒരു സംഗതി ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പുറത്ത് ആളുകളുടെ മുമ്പിലുള്ള ഒരു സ്ഥാനം എന്താവും? എൻ്റെ പാർട്ടി ഓഫീസിലെങ്ങനെ അറിഞ്ഞ അമ്മാവ എൻ്റെ ജീവിതം തന്നെ പോവും. നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരാവില്ലേ? അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ
അമ്മാവനോട് പറയുന്നത്. മേലാൽ അത് ഉണ്ടാവാൻ പാടില്ല അമ്മാവൻ. അപ്പോൾ അമ്മാവൻ പറഞ്ഞ പോലെ ആദ്യ പടി എന്ന നിലയിൽ ഒരു ഉപദേശം, അത്രേ ഉള്ളൂ. നമുക്കത് വേണ്ട. കനക അങ്ങനെ നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല, വിചാരിക്കണ പോലെ ഒന്നും എന്ന് പറഞ്ഞാൽ അമ്മാവൻ ഏതെങ്കിലും രീതിയിൽ അമ്മാവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നടത്തിക്കൂടെ? അത് ഇതിപ്പം നടക്കില്ലല്ലോ. അമ്മാവനൊരു ചെറിയ തെറ്റ് പറ്റി. ദുർലഭ നിമിഷത്തിലൊരു ഇഷ്ടം തോന്നി, പെട്ടെന്നൊരു ആവേശത്തിന്റെ പുറത്ത് തോന്നിയതാണ്. അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല. പെട്ടെന്നൊരു ഇത് തോന്നിയപ്പോൾ 1-2 പ്രാവശ്യം ഫോൺ ചെയ്തു എന്നുള്ളത് ശരിയാ. അല്ലാതെ വേറെ ഒന്നുമില്ലടാ. അതെ, അത് തെറ്റല്ല, അതിലൊരു കുഴപ്പമില്ല. പക്ഷെ അതിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വഴികളാണ് കുഴപ്പമായത്. 80കളിൽ സിനിമയിലെ നായകന്മാർ കാണിക്കുമ്പോൾ ഇപ്പോഴും സ്കൂട്ടറും കൊണ്ടൊക്കെ പോയി നിന്ന ചെക്കന്മാരുണ്ടെന്നല്ല അവിടെ പറഞ്ഞില്ലേ, ഒരു അബദ്ധം പറ്റിയതാ കനക. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു അബദ്ധം പറ്റിയതാ. ഓക്കെ, ഞാൻ ഉറപ്പ് തരാം, ഇനി ഉണ്ടാവില്ല. മക്കൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായെങ്കിൽ വേണ്ട. അമ്മാവനെ ഓരോരോ തോന്നലുകളാണ്. ഇനി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അയാൾ ഇനി എന്നെ വിളിക്കും. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് അയാളോട് ഉറപ്പ് പറയണം. ധൈര്യമായിട്ട് ഉറപ്പ് പറഞ്ഞു. ഞാൻ ഉറപ്പ് തരും. പക്ഷെ അങ്ങനെ ഇനി അമ്മാവൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല. അമ്മാവ് സത്യം ചെയ്യണം. സത്യമാണല്ലോ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. വിശ്വസിക്കാമല്ലോ. വിശ്വസിക്കും. ഇനി മുതൽ അങ്ങനെ ഉണ്ടാവില്ല. ഇനി ആ പെണ്ണിൻ്റെ ഫോണിലേക്ക് അമ്മാവും വിളിക്കരുത്. ആ പെണ്ണിൻ്റെന്നല്ല, ആവശ്യമില്ലാണ്ട് എവിടേക്കും വിളിക്കില്ല. അതുമാതിരി ഈ സ്കൂട്ടർ കൊണ്ടുപോയി വഴി പോയി കറങ്ങല്, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കണം. ഇല്ല, ഒന്നുമില്ല, ഞാൻ ഉറപ്പ് തരും. ഇനി വേറൊരു കാര്യം, അമ്മാവനത് ഒരു വിഷമായിട്ട് മനസ്സിൽ വിചാരിക്കണ്ട. നമുക്കത് വേണ്ട അമ്മാവ, അതങ്ങ് വിട്ടേക്ക്. എന്ത് വിഷമടാ, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പിന്നെ എൻ്റെ ചേച്ചി ഇതായി. അവരൊന്നും അറിയാതെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ല, ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ പെണ്ണുങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളത് അമ്മാവനൊരു കുറവായിട്ട് വിചാരിക്കാൻ വേണ്ട. ഇല്ല. പിന്നെ ഇത് അവരൊക്കെ അറിഞ്ഞു എന്നുള്ളൊരു ഭാവം അമ്മാവൻ്റെ മനസ്സിൽ വേണം. അമ്മാവൻ ഇപ്പോഴും പഴയ അഴകേശ അമ്മാവൻ തന്നെയാണ്. ഉഷാറല്ലേ? കുഴപ്പമില്ലല്ലോ? ഇല്ല. കുഴപ്പമുണ്ടാവോ? ഇല്ല, ഞാൻ ഉറപ്പ് തന്നില്ലേ, പിന്നെന്താ? പിന്നെന്താ, വിട്ടു.